അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വെളിച്ചത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ കുറെ ആയി നിങ്ങൾ ആ നീല ലൈറ്റും നിയോൺ ലൈറ്റൊക്കെ കണ്ടിട്ട് ഒന്ന് വെളിച്ചത്തിലേക്ക് വരാൻ വിചാരിച്ചു. സോ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കുറെ പ്ലാനിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ പുതിയ കണ്ടന്റ് വരും. അപ്പോൾ ഇനിയൊരു എട്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ 8, 9, 10 വരും. ഒരു നാലോ രണ്ടോ മൂന്നോ എപ്പിസോഡ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല, വീഡിയോയിലേക്ക് പോവാം. ബൈ. സ്വാഗതം. സോ നമ്മൾ വന്നിട്ട് സാങ്ക്രി വില്ലേജിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. സോ സാങ്ക്രി വില്ലേജിൽ നിന്ന് ജൂട്ട്ക തലാബ് ആഫ്റ്റർ ഖേദർഖന്ദ സമ്മിറ്റ്. സോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് യാത്ര തുടങ്ങുന്നത്. ട്രക്കിംഗ് നമ്മൾ വന്നിട്ട് സാങ്ക്രി നിന്നാണ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്നിട്ട് സാങ്ക്രിയിലേക്ക് പോകുന്ന ബസ്സിലാണ്. ബസ്സിലെ ഓരോ കാഴ്ചകളും വിടാണ്ട് നോക്കിയിരിക്കുന്ന ഈ 3 വ്യക്തികൾ എന്ത് മനോഹരമാണ് ഇങ്ങനെ കാണാൻ അവരിനെ. ഓക്കെ, അപ്പോൾ ഇതന്നെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ സാങ്ക്രിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കാഴ്ചകൾ മടുക്കാത്തതുകൊണ്ടും നിങ്ങൾക്ക് കാണിക്കണം എന്ന് തോന്നുന്നതുകൊണ്ടുമാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഈ റൂട്ട് പറഞ്ഞിട്ട് കേദാർനാഥ്, ഐ തിങ്ക് ബദ്രിനാഥ് ഉണ്ട് തോന്നുന്നു, അറിയില്ല. ബദ്രിനാഥ് അവിടെയാണോ അറിയില്ല. സോ അങ്ങനെ കുറേ റൂട്ട്സ് പോണ വഴിയാണ് ഈ റൂട്ട്. സോ വലിയ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തെടുത്തു. സോ അപ്പോൾ അതന്നെ അങ്ങനെയുള്ളൊരു അടിപൊളി യാത്രയായിരുന്നു ഇത്. സോ അതുകൊണ്ട് തന്നെ പറയണില്ല, ഇവിടെ പൊടിപ്പടലങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും നടക്കണം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ബാക്കിലോട്ടാണ് നടന്നത്, ഫ്രണ്ടിലോട്ട് നടന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു 3 ആൾക്കാരെ കാണാനില്ല. അപ്പോൾ 3 ആൾക്കാരെ കാണാനില്ല, ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കണം. ഓക്കെ, സോ എന്താണ് അവിടെ പോയി നിൽക്കണമെന്ന് നോക്കിയാൽ അവരവിടെ ചൂട് കൊള്ളുകയാണ്. ഓക്കെ, അപ്പോൾ 3 പേര് ചൂട് കൊള്ളുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കും ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി അവിടെ നിന്ന് പോകാൻ. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ വർക്കൊന്നും ചടപ്പായിട്ടില്ല. ഈ യാത്ര വന്നിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് മടുപ്പായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ്സിൽ തന്നെ ഇരിപ്പാണ്. ഓക്കെ, സോ എത്ര നേരം വെച്ചിട്ടാണ് നമ്മൾ മിനി മിലിറ്ററി കളിക്കുക, പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ, ബസ്സിൻ്റെ ഉള്ളിൽ. സോ പിന്നെ നമ്മൾ എന്താ പറയാം, രാത്രിയൊക്കെ ആയപ്പോൾ എൻ്റെ അവൻ്റെ ഡ്രൈവർ എന്തുമാതിരി പോക്കാണ് പോയിന്നറിയോ. ജസ്റ്റ് മിസ്സിനായിരുന്നു. ഞങ്ങളവിടെ എത്തേണ്ടതേ ഇല്ല. ഓക്കെ, അവിടെ എത്തേണ്ടതേ ഇല്ല. ഒന്ന് പറയുകയാണെങ്കിൽ അള്ളാൻ്റെ കാരുണ്യം, വേറെന്താ. ഞാനാണെങ്കിൽ സുബാനൊക്കെ ചൊല്ലിയിട്ട് എന്താ പറയുക അതിലിരിക്കുകയായിരുന്നു രാത്രിയൊക്കെ. നിങ്ങൾക്ക് ആ വിഷ്വൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഭയാനകമായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു, എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. റാഫിയുടെ വാള്, അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇത് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ പറയേണ്ടി വന്നു. ഓക്കെ, പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ പിന്നെ ചിലവിടെ ഈ പറഞ്ഞ ടീ ബ്രേക്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ടീ ബ്രേക്കിൽ നമുക്ക് ഒരു നായിനെയൊക്കെ പരിചയപ്പെടുത്തി. നായയൊക്കെ നല്ല കൂട്ടിലിണങ്ങി. അതിന് തീറ്റ കൊടുക്കുക, ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇടയ്ക്ക് നിങ്ങളും ഇതേപോലെ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഓക്കെ, എപ്പോഴും
സമയം കിട്ടിയാൽ ഇതേപോലെ സമയം കിട്ടിയാൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഭയാനകമായ കാഴ്ചയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. കണ്ടോളൂ, കണ്ടുല്ലസിച്ചോളൂ. ഓക്കെ, ഇത് ഈ സീന് പറഞ്ഞാൽ അയാളുടെ പോക്ക് എൻ്റെ പൊന്നോ ഫുള്ള് സീനായിരുന്നു. ജസ്റ്റ് മിസ്സിനൊക്കെ ആയിരുന്നു നമ്മൾ എന്താ പറയുക കൊക്കേന്ന് മാറിയിട്ടിരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ഈ ഫുള്ള് വീഡിയോ 2-3 ഷോർട്സും കാര്യങ്ങളും ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. ഓക്കെ, ഫുള്ളായിട്ട് കാണുക. നോക്കിക്കോ, ഇതൊക്കെയാണ് എൻ്റെ മോനെ വഴി. ഒരു സൈഡിൽ തിരുമ്പോൾ എല്ലാവരും ഒരു സൈഡിലേക്കാണ് പോണത്. അതേപോലെയായിരുന്നു. കുറച്ച് കൂട്ടി പറഞ്ഞെങ്കിലും ഏകദേശം ഇതേപോലെയായിരുന്നു. ഒന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ബസ് ഡ്രൈവായിരുന്നു. പിന്നെ നമുക്ക് ഇനി ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് രാവിലത്തെ ഷോട്ടിലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇനി നമ്മൾ ഇവിടുന്ന് ഇതിപ്പോൾ സാങ്കരിക്കുള്ള റോഡാണ്. ഓക്കെ, സാങ്കരി ഒരൊറ്റത്താണ്. രാത്രി കാണുമ്പോൾ ഒരൊറ്റത്താണ് പോലെയാണ് തോന്നുന്നത്. ഓക്കെ, സാങ്കരി. പിന്നെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ എന്താ പറയുകയാണെങ്കിൽ ഒത്തിരി സ്ഥലമുണ്ടോ എന്ന് വിചാരിച്ചു. ഓക്കെ, അത്രയും എന്താ പറയുക വലിയൊരു പെട്ടെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ മല കാണാം. ഓക്കെ, അതേപോലുള്ളൊരു സ്ഥലമായിരുന്നു. ലാൻഡ്സ്കേപ്പ് ആയിരുന്നു, ഫുള്ളായിട്ട് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, നമ്മൾ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തു വെച്ചാൽ ഈ ഡേഞ്ചറസ് കാര്യം എല്ലാവരും ഉറങ്ങിയിരുന്നു. പക്ഷേ എനിക്കും ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, അസി പറഞ്ഞ ചങ്ങായി ഉണ്ടായിരുന്നു. ഓക്കെ, ആ ചങ്ങായി ഞാനും എന്താ പറയുക ഞാൻ ഉറങ്ങിയില്ല, എന്താ അറിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല. ഓക്കെ, ടോട്ടലി. എന്നിട്ട് ലാസ്റ്റ് നമ്മളെന്ത് ചെയ്യും, എങ്ങനെയൊക്കെയോ അവിടെ സാങ്ക്രിയിൽ റീച്ചായി ഉടനെ ബാഗും കാര്യങ്ങളും ഒരു സെറ്റായി വെച്ചിട്ട് അവിടെ മേലെ കാണാറില്ലേ, അവിടെ സെറ്റായി വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, സാറ ഔട്ട്ഡോഴ്സ് പറഞ്ഞ ആൾക്കാരായിരുന്നു നമ്മളെ വെൽക്കം ചെയ്തത്. സോ അതന്നെ, അവരും അടിപൊളിയായിരുന്നു. ഓക്കെ, പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ജിപ്സി സർക്കിൾ പറഞ്ഞൊരു അവരായിരുന്നു ടോട്ടലി നമ്മൾ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് മാറിയപ്പോൾ ഫുള്ളായിട്ട് സാർ ഔട്ട്ഡോഴ്സ് പറഞ്ഞ ടീമായിരുന്നു നമ്മളെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് അതന്നെ പിന്നെ അങ്ങനെ മൂവായി. പിന്നെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന ഡയലോഗ്സ് അവർ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാവരും ടെൻസ്ഡായി. ഓക്കെ, പേടിച്ചു എല്ലാവരും. എനിക്ക് കുറച്ച് പേടിയായിരുന്നു. അയ്യോ, ഇത്രയും വലിയ ട്രക്കിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, വന്നു പെട്ടോ എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു. മറ്റേ ചങ്ങയൊക്കെ തലയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ട്രക്കിങ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ ഡിഫിക്കൽട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അഥവാ ആസ്മ പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്താ പറയുക ഔട്ടാകാൻ പറയണം. ഔട്ടാന്ന് വെച്ചാൽ പിന്നിലോട്ട് നിൽക്കുക എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ അഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഹക്കാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൽ ഫില്ലപ്പ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയത്. സോ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ട്രക്കിംഗ്. ഓക്കെ, എല്ലാ ട്രക്കിങ്ങിന് പോകുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ സൈനും കാര്യങ്ങളും ചെയ്യണത് അവർക്ക് ഒരു ഇഷ്യൂ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ അഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നിട്ട് ആ പറഞ്ഞ അഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി കൊടുത്ത് നല്ല പ്രോബ്ലംസും കാര്യങ്ങളും അങ്ങനെ ഇല്ല, നമുക്ക് ആസ്മ കാര്യങ്ങളില്ല എന്ന് എഴുതിയെടുത്ത് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളവർ മാറി നിൽക്കുക, ആസ്മ ഉള്ളവർ അങ്ങനത്തെ കുറേ കേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് അടിപൊളിയായിട്ട് സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ കോമഡി കാര്യങ്ങളൊക്കെ പറയുന്നതാണ് സൈന് ഇതൊക്കെ. എന്താണ് അസിയും അക്കും എല്ലാവരും. അപ്പോൾ റാഫിയൊക്കെ എന്താ ചെയ്യുക, റാഫിയൊക്കെ ടെൻഷനായി. ഇപ്പോൾ ഇത്രയും വലിയ ഇതാകും, എല്ലാവരും താടിയിലും കയ്യിലും എന്താ പറയുക മുഖത്തൊക്കെ കൈ വെച്ചിരിക്കുകയാണ്. സോ എന്താ ചെയ്യുക, വന്ന് പെട്ടുപോയി എന്നുള്ള ഒരു മോഡിലാണ്. പക്ഷേ അത് ആരുടെയും പുറത്തും ഇല്ല. ആരുടെ മുഖത്തും ഇല്ല, പക്ഷേ മൈൻഡിലുണ്ട്, മനസ്സിലുണ്ട്. അയ്യോ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കത് ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ എനിക്കത് കത്തി മനസ്സിലായി. സോ
അത് എനിക്കിതിൽ പറയണമെന്നുണ്ടായിരുന്നു. സോ എല്ലാവരും ചങ്ങായി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു, അയ്യോ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കുമോ എന്ന്. പക്ഷേ നമ്മൾ എല്ലാം സിമ്പിളായിട്ട് എടുത്തു. പക്ഷേ നോക്കി വാക്ക് ചെയ്യണം എന്താ. അപ്പോൾ ഈ ഐസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഈ ജാക്കറ്റ്സ് റെൻ്റ് ഔട്ട് ചെയ്യാം, ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ജാക്കറ്റ്സ് കാര്യങ്ങൾ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്തു. ട്രക്കിംഗ് ഷൂസ് റെൻ്റ് ഔട്ട് ചെയ്തു. പിന്നെ എന്തൊക്കെയോ ട്രക്കിംഗ് പാൻറ്റ്സ് ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തില്ല, ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യത്തിന് വേണ്ടി ഓൾറെഡി ഒരു ജാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, -ഡിഗ്രിയുടെ ഒരു ജാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് ശേഷം വേറൊരു ജാക്കറ്റും കൂടി ഞാൻ അവിടെ നിന്ന് ബൈ ചെയ്തു. ഓക്കെ, ബൈ ചെയ്യുക പറഞ്ഞാൽ റെൻ്റിനെടുത്തു. ഓക്കെ, പിന്നെ പോൾസിൻ്റെ കാര്യം നമ്മൾ വടിയാണ് പ്രിഫർ ചെയ്തത്. ഓക്കെ, അതൊരു ബാമ്പു വടി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. സോ അതന്നെ. അപ്പോൾ ഈ കാര്യങ്ങൾ ട്രക്ക് ചെയ്ത് രാത്രി നമ്മൾ എത്താനേ ലേറ്റായി. പിന്നെ രാവിലെ എണീച്ച് അങ്ങനെ രാവിലെ എണീച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ശരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഏക നിമിഷത്തിൽ വ്ളോഗ് എൻഡാവുന്നതാണ്. സോ നമ്മുടെ ചങ്ങായി അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വിളിച്ചു ഉടനെ നീ വരണം, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് മെയിനായിരുന്നു അവിടെ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ തീർച്ചയായും തളരും. നല്ല ഹൈ ആൽറ്റിറ്റ്യൂഡൊക്കെ ആയതുകൊണ്ട് നല്ല ക്രേവിങ്സും കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. ക്രേവിങ്സിന് നമ്മൾ കുറേ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു? കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് ഈ പറഞ്ഞ ക്രേവിങ്സിനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തു, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മലയൊക്കെ പോയിരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് അടുത്ത വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അടുത്ത വ്ളോഗ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ. കുറച്ച് ലേറ്റായി എന്നറിയാം, ഇതിടാൻ വേണ്ടി കുറച്ച് ലേറ്റായി എന്നറിയാം. സോ അത് നിങ്ങൾക്ക് അറിയാലോ, വ്ളോഗും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലാഗായി. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ട് എന്ന കാര്യങ്ങളിലേക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട്. എന്നാലാണ് അടുത്തൊരു വീഡിയോയിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റംസാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഓൾറെഡി എടുത്ത വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് നൈസായി കയ്യിൽ വെച്ചതാണ്. സോ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു. ഈ ചങ്ങായി എവിടെ നിന്ന് കയറി വന്നു എന്നറിയില്ല, പക്ഷേ ഭയങ്കര കമ്പനിയായിരുന്നു. ഒരു ഹിന്ദിക്കാരനായിരുന്നു, ഡൽഹിക്കാരൻ. ടോട്ടലി അതിൽ ഫുൾ മലയാളീസ്. നമ്മുടെ ഗ്യാങ്ങിൽ ഫുള്ള് മലയാളീസായിരുന്നു. 4-5 പേരായിരുന്നു ഹിന്ദിക്കാർ. പിന്നെ ബാക്കിയെല്ലാം മല്ലു ആയിരുന്നു. സോ അപ്പോൾ പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻസും കാര്യങ്ങളുണ്ട്. സാറാഡോസിൻ്റെ അവരുടെ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായി. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.